ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ഒക്കെ അല്ലേ, നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ആദ്യം 1/2 കപ്പ് പഞ്ചസാര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാര ഏകദേശം ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തൊന്ന് ലൂസാക്കിയെടുക്കാം. ലൂസാക്കി എടുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് 200 ഗ്രാം ബട്ടറും 250 ഗ്രാം ഉണക്കമുന്തിരിയും ഇട്ട് ഒന്ന് വേവിച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് സോഫ്റ്റ് ആക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 4 ഏലക്കായും 2-3 ഗ്രാമ്പൂവും ചെറിയൊരു പട്ടയുടെ പീസ് വിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് 3 മുട്ടയെടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ ആവശ്യമില്ല, സ്പൂൺ വെച്ച് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. ഈ മുട്ടയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യും. സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ അതിനുശേഷം അതിലേക്ക് ഒരു അരിപ്പ വെച്ച് 2 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഈ മുട്ട ബീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് തന്നെയാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇത് അരിച്ചെടുത്ത ശേഷം നമുക്ക് ഇത് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ സോഫ്റ്റ് ആക്കി വെച്ചിരുന്ന ബട്ടറും മുന്തിരിങ്ങയും കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആദ്യം മെൽറ്റ് ചെയ്ത പഞ്ചസാരയും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഈ മിശ്രിതം ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറിന് പകരം A4 സൈസ് പേപ്പറിൽ സൺഫ്ലവർ ഓയിൽ പുരട്ടിയെടുത്താലും മതി. അതിനുശേഷം അത് മുകളിൽ നമുക്ക് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുശേഷം 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ പാത്രം നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഉപ്പിട്ട് ഇത് 10 മിനിറ്റ് മുന്നേ ഒരു ഓവൻ സെറ്റപ്പിന് വേണ്ടി ഈ പാത്രം ഉപ്പിട്ട് 10 മിനിറ്റ് മുമ്പേ ചൂടാക്കി വെച്ചിരുന്നു. ഒരു 1-1.25 മണിക്കൂർ കൊണ്ട് കേക്ക് സെറ്റാവും. ഇടയ്ക്ക് തുറന്ന് നോക്കി ഒരു ഈർക്കിലോ ടൂത്ത് പിക്കോ വെച്ച് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായ കേക്കായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.